ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഞ്ചിയെക്കുറിച്ചാണ്. ആയുർവേദ ഔഷധങ്ങളുടെ നിർമ്മാണ രംഗത്ത് ഒരു പ്രമുഖ സ്ഥാനമാണ് ഇഞ്ചിക്കും ചുക്കിനുമുള്ളത്. ഒട്ടേറെ ഔഷധങ്ങളിലും ഇഞ്ചിയും ചുക്കും ഉപയോഗിക്കുന്നതുകൊണ്ട് ഇതിന് മഹൌഷധി എന്ന് കൂടി പേരുണ്ട്. ഇതിൽ നാരുകൾ കൂടുതലുണ്ട്, പ്രോട്ടീൻ കണ്ടൻ്റുണ്ട്, ജലാംശമുണ്ട്. ഇഞ്ചിയിൽ ജിഞ്ചറോൾ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ആൻറ്റി ഓക്സിഡൻറ്റുകൾ പൊട്ടാസ്യം, ഫോസ്ഫറസ്, കാൽസ്യം, മഗ്നീഷ്യം, കാർബോഹൈഡ്രേറ്റ്, അയൺ എന്നിവ ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഗ്യാസ് ട്രബിൾ, നെഞ്ചിരിച്ചിൽ, നീർക്കെട്ട്, വേദനകൾ, ഛർദി, ദഹനക്കേട്, വയറുവേദന എന്നിവയ്ക്കും വിശപ്പില്ലായ്മയ്ക്കും കൂടാതെ രോഗപ്രതിരോധ ശേഷിക്കും ക്യാൻസർ തടയുന്നതിനും എന്നുവേണ്ട എല്ലാവിധ രോഗാവസ്ഥകളിലും ഇത് ഫലപ്രദമാണ്. ചുക്ക്, കുരുമുളക്, കൽക്കണ്ടം, വറുത്ത ജീരകം ഇവ പൊടിച്ചു കഴിച്ചാൽ ജലദോഷവും കഫക്കെട്ടും ചുമയും കുറഞ്ഞു കിട്ടും. ഇഞ്ചിയും ഉപ്പും ചേർത്ത് കഴിച്ചാൽ ഛർദി, വയറുവേദന എന്നിവ കുറഞ്ഞു കിട്ടും. ദഹനക്കുറവിന് രാവിലെ വെറും വയറ്റിൽ ഇഞ്ചിനീര് കഴിക്കാവുന്നതാണ്. ഗ്യാസ് ട്രബിൾ മൂലമുള്ള നെഞ്ചിരിച്ചിലിന് ഒരു കഷ്ണം ഇഞ്ചി ചവച്ചരച്ച് കഴിക്കും. തലവേദനയ്ക്ക്, മാനസിക പിരിമുറുക്കത്തിന് ജിഞ്ചർ ടീ ഉപയോഗിക്കാം. ഇതിലൽപ്പം നാരങ്ങ നീരും തേനും ചേർക്കാം. ഇഞ്ചി ഓർമ്മശക്തി കൂട്ടാൻ വളരെ നല്ലതാണ്. സന്ധിവേദനകൾ, പ്രായം ചെന്നാൽ അസ്ഥികൾക്കുണ്ടാകുന്ന തേയ്മാനം, നീർക്കെട്ട് എന്നിവയ്ക്ക് ഉത്തമമാണ്. രോഗപ്രതിരോധ ശേഷിക്കും ഉയർന്ന BP ലെവൽ കുറയ്ക്കുന്നതിനും ഇഞ്ചി നീരും ചെറുതേനും ചേർത്ത് കഴിക്കുന്നത് ഏറെ ഉത്തമമാണ്. കരളിൻ്റെ ആരോഗ്യത്തിനും നെഞ്ചെരിച്ചിലിനും ഇഞ്ചിയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് ഏറെ ബലം ചെയ്യും. ശ്വാസം മുട്ട്, തുമ്മൽ, മൂക്കൊലിപ്പ് എന്നിവയ്ക്ക് ചുക്ക്, തിപ്പലി എന്നിവ ചേർത്ത് അതിൽ കാൽഭാഗം ഇന്ദുപ്പും ചേർത്ത് പൊടിച്ചെടുത്ത് കഴിച്ചാൽ അസുഖം കുറയാൻ സഹായിക്കും. ചുക്കുകാപ്പി കഴിക്കുന്നത് വൈറസിൽ നിന്നും ശരീരത്തെ സംരക്ഷിക്കുന്നു. അമിതമായ വണ്ണത്തെ കുറയ്ക്കുന്നതിനും ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുന്നതിനും തേയ്മാനങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനും ചുക്കിന് കഴിവുണ്ട്. അമിതമായി ഭക്ഷണം കഴിക്കുമ്പോൾ പുളിച്ചുതേട്ടലും ദഹനക്കേടും ഉണ്ടാകാറില്ലേ? ഈ അവസ്ഥകളിൽ ഇഞ്ചിനീര് ഏറെ ഫലപ്രദമാണ്. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുമല്ലോ.